ഹായ് ഫ്രണ്ട്സ്, ഞാൻ റിൻസി ജോൺസൺ. സംസാരം ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആലപ്പുഴ മീൻകറിയാണ്. ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആലപ്പുഴ മീൻകറി നമ്മുടെ ഫ്ലവേഴ്സിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ച ആലപ്പുഴ മീൻകറി ഒന്ന് ഉണ്ടാക്കി കാണിക്കണം. അപ്പം എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ആലപ്പുഴ മീൻകറി ഉണ്ടാക്കി കാണിക്കുകയാണേ. അതിന് എന്താ വേണ്ടിയെന്ന് ചോദിച്ചാൽ, അപ്പോൾ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ, മീൻ വേണം. ഞാൻ അതിനു വേണ്ടി എടുത്തേക്കുന്നത് ആഗോലിയാണ്. ഐക്കുറയോ ആഗോലിയോ അതൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന അയലയോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ആഗോലിയാണ്. അതിലേക്ക് നമുക്ക് തേങ്ങ വേണം, അതുപോലെ തന്നെ ഉപ്പ്, അതുപോലെ മാങ്ങയാണ് ഞാൻ ഇടുന്നത്, നമ്മുടെ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിയും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്. പിന്നെ കുറച്ച് കടുക്, ഉലുവ, കുറച്ച് പുളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കുന്നു, ചെറിയുള്ളി ചതച്ച് വെച്ചേക്കുന്നു, നമ്മുടെ പച്ചമുളക് ചതച്ച് വെച്ചേക്കുന്നു. ഇത് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വറ്റൽമുളക്, പിന്നെ നമുക്ക് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും. ഇതാണ് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇപ്പം ഞാൻ പറയട്ടെ, നമുക്ക് ആഗോലി ഐക്കുറ ഇല്ല എന്ന് വെച്ച് ഉണ്ടാക്കാതിരിക്കരുത്. നല്ല അയല കിട്ടിയാൽ ഉണ്ടാക്കാം. അതുപോലെ എന്ത് മീനാണെങ്കിലും, കേതളോ എന്ത് മീനാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ചെയ്യുന്നത്, ഞാനിപ്പോൾ ഈ തേങ്ങയ്ക്കകത്ത് ഒരു 3 സ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ സാദാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്താണ്. ഒരു 3 സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അരച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അതാണ് ഈ അരപ്പ്. കണ്ടോ, ഈ അരപ്പാണത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ സ്റ്റൗ ഒന്ന് കത്തിക്കാം. ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. സ്റ്റൗ ഒന്ന് കത്തിക്കാം. നമ്മുടെ സ്റ്റൗ കത്തിച്ച് നമ്മുടെ ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചേക്കുന്നതാണ്. ഇത് 1 സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ എടുത്തേക്കുന്ന 1/2 കിലോ മീനാണ്, അതുകൊണ്ട് 1 സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചതച്ച് വെച്ചിരുന്നു. ഇതിപ്പോൾ ഞാനൊരു 8-10 ചെറിയുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു 3 പച്ചമുളക് ചതച്ചതാണ്. ഇത്രയും ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് എന്താ പറയുക, നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര മീൻ എടുക്കുന്നോ അതിനനുസരിച്ച് വേണം എടുക്കാൻ. അപ്പോൾ 1/2 കിലോ മീനായതുകൊണ്ട് അതിനകത്തേക്കാണ് ഞാൻ ഒരു 4-5 ചോള ചെറിയുള്ളിയും ചതച്ചതും, പച്ചമുളക് ഒരു 2 പച്ചമുളക് ചതച്ചതും, കുറച്ച് ഒരു കുടത്തിൻ്റെ വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തോട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുവാണേ. അതിനകത്തേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ടു. ഇനി ഇത് നല്ല പോലെ ഒന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നല്ലപോലെ, ചെറിയുള്ളിയുടെയും ഒക്കെ ചുവയൊക്കെ ഒന്ന് മാറി നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്നത് നമുക്കൊന്ന് ഒഴിക്കാം. ഇത് ഞാൻ പറഞ്ഞു, തേങ്ങയും കാശ്മീരി ചില്ലിയും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്, മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താണ് അരച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ മല്ലി ചേർത്തിട്ടില്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം, മല്ലിപ്പൊടി ചേർക്കത്തില്ല. നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണേ. ചിലവർ വിചാരിക്കും തേങ്ങ അരച്ച് ഇങ്ങനെ ചേർത്താൽ പിരിഞ്ഞു പോകില്ലെന്നൊക്കെ. ഒന്നും ആവില്ല. ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിച്ചു തരാം. അത് തന്നെയല്ല, നമ്മുടെ ആലപ്പുഴ മീൻകറിയുടെ കളർ എന്ന് പറയുന്നത് നല്ല ഓറഞ്ച് കൂടിയ റെഡ് കൂടിയ ഒരു ഓറഞ്ച് എന്ന് പറയാം കേട്ടോ, അതായിരിക്കും കറക്റ്റ്. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പം നിങ്ങൾ കാശ്മീരി മുളക് പൊടി കൂടുതൽ ചേർക്കാൻ ശ്രദ്ധിക്കുക. മറ്റേത് ചേർക്കുമ്പോൾ നമുക്ക് കളറ് കുറച്ച് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾ അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കണ്ടോ, ഇതിപ്പോൾ നമ്മൾ അരച്ച് ആ അരപ്പ് ഞാൻ ചേർത്തു. അതിലേക്ക് എനിക്ക് കുറച്ച് വെള്ളവും കൂടെ വേണം. അപ്പം ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് ചൂടാകണം. ചൂടായി വരുന്ന ആ ടൈമിൽ നമുക്ക് ഉപ്പ് ചേർക്കണം.
ആലപ്പുഴ മീൻകറിക്ക് നമ്മൾ ചേർക്കുക മാങ്ങ ചേർക്കും, ചിലവർ കൊടംപുളി തന്നെ ചേർക്കും. ചിലവർ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ അരപ്പ് ചേർക്കാതെ തേങ്ങാപ്പാൽ പല രീതിയിലുണ്ടാക്കാം കേട്ടോ. തേങ്ങാപ്പാൽ പിഴിഞ്ഞുണ്ടാക്കും. പക്ഷേ ആലപ്പുഴക്കാർ പല രീതിയിൽ മീൻകറി വെക്കാറുണ്ട്. ചിലർ ഹോട്ടലിലൊക്കെ നമ്മൾ വാങ്ങാൻ കിട്ടുന്ന തേങ്ങാപ്പാൽ പിഴിഞ്ഞാണ് അവർ മീൻകറി വെക്കുക. അതിനകത്ത് ഒരു മാങ്ങയായിരിക്കും പുളിക്ക് ചേർക്കുക. പിന്നെ ട്രഡീഷണലായിട്ട് പഴയ കാലത്തെ അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കുന്നത് തേങ്ങ അമ്മിയെ വെച്ച് അരച്ച് തന്നെയാണ്. അതിനകത്ത് ആ മുളകും മഞ്ഞളും തന്നെ അരച്ച് അവർ ചേർത്തിട്ട് കൊടംപുളി ഇടുന്നവരുണ്ട്, മാങ്ങ ഇടുന്നവരുണ്ട്. എനിക്കിപ്പോൾ കിട്ടിയ മാങ്ങ എന്ന് പറഞ്ഞാൽ പുളി കുറവുള്ള മാങ്ങയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കൊടംപുളിയും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് ആ പുളി ഒന്ന് പാകം, മീനാണല്ലോ അപ്പോൾ അതിന് വേണമല്ലോ. ഇപ്പം ഞാൻ നമ്മുടെ ആ തേങ്ങയുടെ ഇതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ മാങ്ങയും കുറച്ച് പുളി പാകം നോക്കിയിട്ട് പുളി ചേർക്കണം കേട്ടോ. അതും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് തിളയ്ക്കാൻ വെക്കാം. അതിന് ശേഷം വേണം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇത്രയും മാങ്ങ ചേർത്താലും നമുക്ക് പുളി കിട്ടൂല. അതുകൊണ്ടാണ് ഇത് വെറുതെ ഇന്ന് നമുക്ക് കിട്ടിയത് പുളിയില്ലാത്ത മാങ്ങയാണ്. അതിനകത്തേക്ക് നമുക്ക് ഒരു ചുള കണ്ടോ, ഒരു കഷ്ണം കൊടംപുളി ചേർത്താൽ മതിയാവും ഈ മാങ്ങയുടെ പുളിയും. പിന്നെ നിങ്ങൾ പാകം നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ പുളി ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ എനിക്ക് ഇത്രയും മതിയാവും, ഈ മാങ്ങയും ഈ ഒരു പുളിയും കൂടെ. ഈ മീനിലേക്ക് ഇപ്പോൾ ആവശ്യത്തിനുള്ള മാങ്ങയും പുളിയും ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല പുളിയുള്ള മാങ്ങ കിട്ടുവാണെങ്കിൽ കൊടംപുളി ചേർക്കണ്ട, ആ മാങ്ങ തന്നെ ചേർത്താൽ മതിയാവും. ഇപ്പം നമ്മുടെ മാങ്ങയുടെ മാങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല, അത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രേവിയിൽ ഉപ്പൊക്കെ ഇട്ട് പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളൊന്ന് പെറുക്കിയിടാം. മീൻ കഷ്ണങ്ങളൊക്കെ നമുക്ക് പെറുക്കിയിടാം. ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ ഒരു തണ്ട് കറിവേപ്പില ഇങ്ങോട്ട് ഇട്ടേക്കാം. നമ്മളൊന്ന് ഇളക്കിയിട്ട് നമ്മളിത് മൂടി വെക്കുവാണേ. ചെറുതീയിൽ എന്നിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മീൻ വെന്തിട്ടുണ്ട്. നമ്മുടെ മീൻ വേകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയുന്നത് നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് തെളിയും. ആ ഒരു ടൈമിൽ നമുക്ക് മീൻ എടുക്കാം. അപ്പം നിങ്ങൾ എപ്പോഴും തവിയിട്ട് ഇളക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഉപ്പും പുളിയൊക്കെ നോക്കണമെങ്കിൽ നോക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് എടുത്ത് വെക്കാവുള്ളൂ, അല്ലേ നമ്മുടെ മീൻ പൊടിഞ്ഞു പോവും. അപ്പം നമുക്ക് ഇതൊന്നെടുത്ത് വാങ്ങി വയ്ക്കാം. വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ഒരു വറവിടണം. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി റെഡി. നമുക്കൊരു കടുകും കൂടെ ഒന്ന് താളിച്ച് ചേർക്കണം. അതിന് ഞാൻ ഒരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ, ചെറുതീയിൽ തന്നെ കിടക്കുവാണേ. നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരു 2 സ്പൂൺ എണ്ണ മതി കേട്ടോ, ഒരുപാട് എണ്ണ വേണ്ട. 2 സ്പൂൺ എണ്ണ ഒഴിച്ചു. അതിലേക്ക് നമുക്ക് നമ്മുടെ ഉലുവയാണ് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഒരുപാട് വേണ്ട കേട്ടോ, ഒരു പിഞ്ചുലുവ. അതുപോലെ തന്നെ നമുക്ക് അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടട്ടെ. നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് 3 വറ്റൽമുളക് ഇട്ടു. നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്നിട്ടു. നമ്മൾ കറിവേപ്പില ചേർക്കുന്നത് കൊണ്ട് എല്ലാവരും എന്നെ കറിവേപ്പില ചേർച്ചി എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും നമ്മൾ കറിവേപ്പില ചേർക്കണം. എന്താണെന്നറിയോ, ആ കറിവേപ്പിലയുടെ ഒരു സ്മെല്ലും, നമ്മൾ നാടൻ ഡിഷല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ നമുക്ക് നല്ലതല്ലേ. അത് തന്നെയല്ല നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലേ. നമ്മുടെ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീനിലേക്കൊന്ന് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ആലപ്പുഴ മീൻകറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കളറൊക്കെ കണ്ടോ?
ഇത് ഞാൻ നമ്മുടെ ഫ്ലവേഴ്സിൽ ഞാൻ ഉണ്ടാക്കി എനിക്ക് ജഡ്ജ് ചെയ്യാൻ വന്ന ടൈമിൽ ആര്യയും അതുപോലെ തന്നെ നമ്മുടെ ഷെഫ് നൗഷാദിക്കൊക്കെ പറയുണ്ടായിരുന്നു, റിൻസിയുടെ മീൻകറിക്ക് ഒരു എന്താ കളറ്, ആലപ്പുഴ മീൻകറിയുടെ ഒരു കളറ്. അപ്പം മറ്റുള്ളവരത് ആകർഷിക്കണമെങ്കിൽ നമ്മൾ അതേപോലെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മളൊന്ന് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് ആ ഒരു റെഡ് കൂടി ഒരു ഓറഞ്ച് ഷെയ്ഡിൽ നല്ലൊരു ആലപ്പുഴ മീൻകറി. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കാണേലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾ പലരും ഇത് ഉണ്ടാക്കുന്നതായിരിക്കാം, പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. അങ്ങനെ നമ്മുടെ മീൻകറി ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അത് ടേസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിച്ച് നോക്കിയാലേ നിങ്ങൾക്ക് അതിൻ്റെ അറിയാൻ പറ്റുള്ളൂ. എല്ലാവരും ഇത് ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മളുടെ സംസാരം TV സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇത് അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങൾ അറിയിക്കുക. പലരും പറയുകയുണ്ടായിട്ടുണ്ട്, ഓരോ ഡിഷുകൾ പറയുകയുണ്ടായിട്ടുണ്ട്, സാമ്പാറൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അടുത്ത ഇതിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നതായിരിക്കും, ആരും നിരാശപ്പെടുത്തത്തില്ല. അപ്പം ഒരിക്കൽ കൂടി പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതായിരിക്കും. ബൈ.